ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും Kl77 tech's പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇൻട്രോയിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അത് ഫോട്ടോ മോഷൻ ചെയ്ത വീഡിയോ ആണ്. ആ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ഒരു ആപ്പിൻ്റെ സഹായമുണ്ട്. ആപ്പിൻ്റെ പേര് സ്റ്റോറീസ് ഫോട്ടോ വീഡിയോ മേക്കർ എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അധികം ലാഗ് അടിക്കുന്നില്ല. നിങ്ങൾ വീഡിയോനായിട്ട് കാത്തു നിൽക്കുകയായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അത് ഫ്ലാറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ടൂളാണ് ഞാനിവിടെ ഫസ്റ്റ് റിപ്പിൾ എന്ന് പറഞ്ഞ ടൂളാണ് എടുക്കുന്നത്. ശേഷം നമുക്ക് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം മാസ്ക് എന്ന ഓപ്ഷൻ എടുത്തിട്ട് ബ്രഷ് ടൂൾ എടുക്കുക. ശേഷം അത് നമുക്ക് ഏത് ഫോട്ടോ ആണ് അവിടെ നിലനിർത്തേണ്ടത് അത് അവിടെ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ബ്രഷ് ടൂൾ അപ്ലൈ ചെയ്യുക. ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ബ്രഷ് ടൂൾ ഉപയോഗിച്ചിട്ട് ആ കുട്ടിയുടെ ബോഡിയിലൊക്കെ ആ ബ്രഷ് ടൂൾ അപ്ലൈ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അത് പിൻ ചെയ്യുകയാണ്. അനിമേറ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് പിൻ ചെയ്തു. അവിടെ തന്നെ നമുക്ക് മോഷൻ എന്നത് കാണാൻ സാധിക്കും. ആ മോഷനിൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഫോട്ടോ മൂവ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമ്മളിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഏരോ ഒക്കെ അവിടെ അപ്ലൈ ആവുന്നതാണ്. നമ്മുടെ ഏരോയുടെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സൈഡിലുള്ള പ്ലേ ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോട്ടോ പ്ലേ ആവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ വീഡിയോനൊരു മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക്കിനായി നിങ്ങളുടെ ഫോണിൽ നിന്ന് ഏതെങ്കിലും ഒരു മ്യൂസിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു മ്യൂസിക് സെലക്ട് ചെയ്തു. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വീഡിയോ അടിപൊളിയായിട്ട് പ്ലേ ആവുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു ഫിൽറ്റർ കൊടുക്കണം. ഒരു കളറൊക്കെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടി അവിടെ ഫിൽറ്റർ പോയിട്ട് നല്ലൊരു ഫിൽറ്റർ, നല്ല കളർ കിട്ടുന്ന ഒരു ഫിൽറ്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഓവർലേ എന്ന ഓപ്ഷൻ ഉണ്ട്. ഓവർലേയിൽ പോയിട്ട് നമുക്ക് ഈ വീഡിയോയുടെ ഓവർലേ ആയിട്ട് എന്താണ് കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഓവർലേ സെലക്ട് ചെയ്യുകയാണ്. ഓവർലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ മുകളിലായിട്ട് ഓരോ എഫക്ട്സ് വരുന്നതാണ് ഈ ഓവർലേ എന്നത്. ഞാനിവിടെ ഒരു ഓവർലേ സെലക്ട് ചെയ്തു. ഇപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട്. മുകളിലുള്ള സേവ് ബട്ടണിൽ ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ സേവ് ആവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയി കഴിഞ്ഞിട്ട് സേവ് കൊടുത്താൽ നമ്മുടെ വീഡിയോ ഗാലറിയിൽ സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്.